നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കേസരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ആദ്യമേ ഞാനിവിടെ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരാം. അപ്പോൾ പാൻ ചൂടാവട്ടെ. കേസരിക്ക് കളർ കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുങ്കുമപ്പൂവാണ്, സാഫ്രോൺ. അതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെവിടെ ഇരിക്കട്ടെ. പാൻ ചൂടായി, ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരാം. ഇപ്പം ഞാൻ ആദ്യമേ അണ്ടിപ്പരിപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിങ്ങയുടെയും അളവ് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം. അപ്പം ഞാനൊരു 15 അണ്ടിപ്പരിപ്പ് എടുത്ത് പിളർന്നെടുത്തതാണ്. ഇതൊരു കളർ മാറി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് മുന്തിരിങ്ങ ചേർക്കുന്നത്. ഈ സമയം ഞാൻ ഇപ്പുറത്തടുപ്പിൽ 3.25 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരിയിട്ട് റവയും വറുക്കാം. ഇനി ഞാനിതിലേക്ക് മുന്തിരിങ്ങയും കൂടെ ചേർക്കുകയാണ്. വറുത്ത് കോരാനല്ല, ഇതിൽ വറുത്തതിന് ശേഷം വരുമ്പോഴത്തേക്കും ഈ വെള്ളം ഇവിടെ തിളയ്ക്കും. ലോ ഫ്ലെയിമിലാണ് റവ വറുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കുറേശ്ശെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഞാൻ റവ ഇതിലേക്ക് ചേർക്കുകയാണ്. പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവ എന്ന് പറഞ്ഞ് മേടിച്ചാൽ നമ്മൾ ഉപ്പുമാവിനൊക്കെ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഒന്ന് വറുക്കണം. പക്ഷെ അത് നമ്മൾ നെയ്യിലല്ല വറുക്കുന്നത്, വെറുതെ ഒന്ന് വറുത്തതിന് ശേഷമാണ് മാവ് കയറുക. ഇത് വ്യത്യാസമുണ്ട്. പഞ്ചസാര എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ റവ തീ അങ്ങ് കുറച്ച് വെച്ചിരിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ വെള്ളം തിളയ്ക്കാറായി. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളത്തിൻ്റെ തീയങ്ങ അണയ്ക്കുകയാണ്. ഇനി ഇത് കുറേശ്ശെ ഇതിലേക്ക് ചേർക്കാം. ഇത് കുറേശ്ശെ ഒഴിക്കുന്ന സമയത്ത് ഇത് കട്ട കെട്ടും. അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം പിന്നീട് വീണ്ടും ഒഴിക്കേണ്ടുന്നത്. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേസരിയാണ്. അതുകൊണ്ടാണ് വെള്ളം ഇത്തിരി കൂടുതലെടുത്തത്. ഈ സമയത്ത് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സാഫ്രോൺ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ഇതിലേക്ക് ചേർക്കാം. സാഫ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ, അതായത് നമ്മൾ കേക്കിനൊക്കെ ചേർക്കണം, ആ കളർ ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. അതൊരു 1/4 ടീസ്പൂൺ ആണ് മതി. പക്ഷെ മഞ്ഞൾപ്പൊടിയുടെ
ആ ഒരു ഫ്ലേവറൊന്നും വരത്തില്ല. വീണ്ടും ഇതേപോലെ പ്രാവശ്യം കട്ട കെട്ടുന്നുണ്ടെങ്കിൽ ഇത് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കണേ. പഞ്ചസാര ചേർക്കുമ്പം പിന്നീട് വീണ്ടും ഇത് ലൂസാവും. പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം ലൂസാവും. പഞ്ചസാര എല്ലാം മെൽറ്റായി. അപ്പം തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഇട്ടു. ഇങ്ങനെ തിക്കായി വരുന്ന സമയത്താണ് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന ഒരു പാകത്തിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ ആയതിനു ശേഷമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിൽ നിന്നും കുറച്ച് ഞാനിത് നമ്മൾ എടുത്ത് വെക്കുന്ന ഒരു ബൗളുണ്ടല്ലോ, ആ ബൗളിലേക്ക് ഡെക്കറേഷനായിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇടാം. ഇപ്പം ഞാൻ ബൗളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം തിരിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് തിരിച്ച് കമഴ്ത്താം. ഇതിപ്പോൾ കമഴ്ത്തിയിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്യാൻ പാകത്തിനാണ്. കട്ട് ചെയ്യാം ഇനി. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേസരിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.